ഹലോ, വെൽക്കം ടു എജുഫീക്ക്. അങ്ങനെ നമ്മുടെ 2025 ഡിസംബർ എക്സാമിനേഷൻ ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ 1 സ്റ്റാർട്ട് ആവുന്നത്. ഈ ഒരു സമയം പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഹാൾ ടിക്കറ്റ് വന്നോ, അല്ലെങ്കിൽ എപ്പോഴാണ് വരിക, എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുക. ഇഗ്നോയുടെ ഹാൾ ടിക്കറ്റ് അതല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇഗ്നോയിൽ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇഗ്നോ നൽകുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഒരു ഡോക്യുമെന്റിലാണ് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുക. അതായത് നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ എക്സാം സെന്ററിന്റെ കോഡ്, നിങ്ങളുടെ എക്സാം സെന്റർ ഏതാണോ, അതുപോലെ നിങ്ങൾ ഏത് എക്സാമുകൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് മോർണിംഗിലാണോ അല്ല ആഫ്റ്റർനൂൺ ആണോ നിങ്ങളുടെ എക്സാം വരുന്നത്, അതിന്റെ ടൈം എങ്ങനെയാണ്, അതിന്റെ ഡേറ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു ഹാൾ ടിക്കറ്റിലായിരിക്കും. ഇനി നമുക്ക് ഇഗ്നോയുടെ ഹാൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇഗ്നോയുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുവേണ്ടി ഇഗ്നോ സമർത്ത് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സമർത്ത് പോർട്ടൽ വഴിയാണ് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇതിലും ലോഗിൻ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അതിൽ കാണുന്ന ക്യാപ്ചയെ കൂടി വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആ പാസ്വേഡ് ഓർമ്മയില്ല എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് റീസെറ്റ് പാസ്വേഡ് ഉണ്ട്. അതിൽ നിങ്ങൾ പ്രോഗ്രാമിന്റെ കോഡും അതുപോലെ എൻറോൾമെന്റ് നമ്പറും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ഒന്നും കൂടി ഇതിൽ നമുക്ക് സമർത്ത് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ കാണാം, അതുപോലെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം എക്സാം രജിസ്ട്രേഷൻ. അതിനും താഴെയായിട്ട് നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്തതിന്റെ സ്റ്റാറ്റസുകളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ മുൻപ് എക്സാമിന് അപ്ലൈ ചെയ്ത സ്റ്റാറ്റസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ സബ്മിറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഡ്രാഫ്റ്റ് എന്നാണെങ്കിൽ നമ്മുടെ എക്സാം ഫോം നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇവിടെ സബ്മിറ്റഡ് എന്ന് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത്. ഇവിടെ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനപ്പുറത്തായിട്ട് നമുക്ക് ആക്ഷൻ എന്നുള്ള ഭാഗത്ത് വ്യൂ എന്ന് കാണാം. ഇവിടെ വ്യൂ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുക. അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. എന്നാൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള 2025 ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഫോമിന്റെ നേരെ വരുന്ന വ്യൂവിൽ നമുക്ക് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതിനർത്ഥം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല എന്നാണ്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എന്നുള്ള ഭാഗത്ത് വ്യൂ എന്ന് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഈ ഒരു സമയം സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴാണ് ഇനി നമ്മുടെ ഹാൾ ടിക്കറ്റ് വരിക എന്നുള്ളത്. എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ എക്സാം അപ്ലൈ ചെയ്യുന്നതിന്റെ ഫോമിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് നമുക്ക് ഇഗ്നോയുടെ ഹാൾ ടിക്കറ്റിന്റെ കാര്യവും വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ എക്സാമിന് ഏകദേശം 1 വീക്ക് മുൻപായിട്ട് നമ്മുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കുമെന്നുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 1 അതിന് 1 വീക്ക് ബിഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നവംബർ 21 അതല്ല എങ്കിൽ നവംബർ 24 ആയിട്ടാണ് നമ്മുടെ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വരിക. എന്നാൽ സാധാരണയായിട്ട് നമുക്ക് ഇതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് വരാറുണ്ട്. അപ്പോൾ ഇഗ്നോയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്കും താഴെ കൊടുക്കാം.